അൽ സാദ അൽ വാദി റിവർ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഒമാനാണ് ശരിക്കും. അങ്ങനെ ഷാറുഖ് ഖാണ് നമ്മളെ പൊതിച്ചോറ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇല കയറിപ്പോയി. മല കയറിയല്ലോ ഫുള്ള് അസാഹസികമായ ഒമാൻ എത്തിക്കഴിഞ്ഞപ്പോ നമ്മൾ ഡ്രൈവറിൽ ചെറിയൊരു മാറ്റം വരുത്തി. വെൽക്കം ടു ഷെമിബാസ്. നല്ല തണുപ്പുള്ള ഒരു ഞായറാഴ്ച. ഇഷ്ട ബ്രേക്ക്ഫാസ്റ്റ് ആയ പുട്ടും കൂടി ആയപ്പോൾ ഉഷാറായി. പൊതിച്ചോറും ഉണ്ടാക്കിക്കൊണ്ട് ഒരു യാത്ര പോകുവാനാണ് പ്ലാൻ. അതും മനോഹരമായ ഒരു സ്ഥലത്തേക്ക്. നീളൻ പയർ മെഴുക്ക് പുരട്ടി, ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, തേങ്ങാ ചമ്മന്തി, മോര് കറി, മാങ്ങ അച്ചാർ, എഗ് ഓംലെറ്റ്, ഫിഷ് ഫ്രൈ, ഫിൽസക്കായി, പിന്നെ ചിക്കൻ ഫ്രൈയും എല്ലാം കൂടി വാട്ടിയെടുത്ത വാഴയിലയിൽ ചൂടോടെ പൊതിഞ്ഞ്. വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം. പിക്നിക്കുകളിലും റോഡ് യാത്രകളിലും ജോലി സ്ഥലത്തേക്ക്, ഓഫീസുകളിലേക്കും വയലുകളിലേക്കും അതുപോലെ തന്നെ സ്കൂളുകളിലേക്കും കൊണ്ടുപോകാറുള്ളത് ടിഫിൻ ബോക്സുകളുടെ വരവോടുകൂടി അപ്രത്യക്ഷമായി. എന്നാൽ ആ കാലത്തിന്റെ ഓർമ്മയെന്നോണം റെസ്റ്റോറന്റുകളിൽ പൊതിച്ചോർ ഒരു ട്രെൻഡായി വന്നിരിക്കുന്നു. എന്നാലും ആ പഴയകാല പൊതിച്ചോറിന്റെ മണമോ രുചിയോ ഇന്ന് കിട്ടുന്നതിനില്ല എന്നതാണ് സത്യം. പോകുന്ന ഇടം നമ്മുടെ നാട്ടിൻപുറം പോലെ വളരെ ഭംഗിയായിട്ടുള്ളതാണ്. വെള്ളത്തിൽ കളിക്കുവാനാണ് പോകുന്നത് എന്ന് ആദമിനൊരു സൂചന കിട്ടിയതിന്റെ ആവേശം കൂടിയാണിത്. പോകുന്ന വഴിയിൽ കുറച്ച് ജ്യൂസ്, സ്നാക്സ് ഒക്കെ വാങ്ങി ഷെമീലയും ഫിൽസയും വരുന്നുണ്ട്. ഷാർജയിൽ നിന്നും 135 കിലോമീറ്ററോളമാണ് ദൂരമുള്ളത്. 1.5 മണിക്കൂർ യാത്ര. ഫുജേറ ടൗൺ എത്തുന്നതിന് മുൻപായി കൊണ്ട് മറ്റൊരു എക്സിറ്റ് എടുത്താണ് പോകേണ്ടത്. ഒമാനി പ്രദേശമായ മദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉൾക്കൊള്ളുന്ന ഒമാനിലെ മുസണ്ടം ഗവർണറേറ്റിന്റെ ഒരു എക്സ്ക്ലേവ് ആണ്. ഫുജേറ കോർഫക്കാൻ റോഡിലാണ് ഈ എക്സ്ക്ലേവ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കൂടുതലും ഷാർജ എമിറേറ്റിലാണ്. ഏകദേശം 75 കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയാണ് ഇതിനുള്ളത്. ഇതുപോലെ 3-4 ടണലുകൾ കഴിഞ്ഞ് മലകളും ഇറക്കങ്ങളും ഒക്കെ കഴിഞ്ഞു ഫുജേറ എമിറേറ്റ്സ് എത്തി. ഫുജേറ കോർഫക്കാൻ റോഡിൽ വെച്ചാണ് മദയിലേക്കുള്ള എക്സിറ്റുകൾ ലഭിക്കുക. ഇനി മദ എന്ന ഒമാൻ പ്രദേശത്തേക്ക്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഒമാന്റെ ഏരിയയിൽ കൂടിയാണ്. നമ്മുടെ നെറ്റ്വർക്ക് റേഞ്ച് എല്ലാം കട്ടായി. ശരിക്കും നമ്മുടെ നാട്ടില് കൊടക്, കൂർഗ് ഭാഗത്തൊക്കെ പോകുമ്പോ ഈ എരുമാട്, ചാറുമാണ, നാപ്പൂക്ക് ഭാഗത്തൊക്കെ പോകുമ്പോ ഒരു കിട്ടുന്ന ടൗണും ചെറിയ ടൗണുകളൊക്കെ ആയിട്ട് ആ ഒരു ഫീലാണ് ഇപ്പം നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ തോന്നുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള ഗ്രാമപ്രദേശം, തോട്ടങ്ങളും ചെറിയ പാലങ്ങളും വഴിയോരങ്ങളിൽ ആടിനെ മേച്ചു നടക്കുന്ന കാഴ്ചകളും സ്വതന്ത്രമായി കറങ്ങി നടക്കുന്ന കഴുതകളും എല്ലാം വളരെ ഭംഗിയായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. യുഎഇക്കും ഒമാനിനും ഇടയിലുള്ള ഒരേയൊരു ഭൂപ്രദേശമാണ് ഈ പ്രദേശം. നല്ല റോഡുകൾ, സ്കൂൾ, തപാൽ ഓഫീസ്, ഈദ്ഗാഹ്, പോലീസ് സ്റ്റേഷൻ, ഒമാനി ബാങ്ക്, വൈദ്യുതി, ജലവിതരണം, എയർ സ്ട്രിപ്പ് എന്നിവ ഉൾക്കൊള്ളുന്ന ന്യൂ മദ എന്ന് വിളിക്കപ്പെടുന്ന വികസിത ഭാഗം ഉള്ള മദ മിക്കവാറും ശൂന്യമായിട്ടാണ് കാണാറുള്ളത്. റോയൽ ഒമാൻ പോലീസിന്റെ പട്രോളിംഗും ഇവിടെ കാണാം. ജനസംഖ്യ വെറും 3000-ൽ താഴെ മാത്രം. താഴെ പാർക്ക് ചെയ്യും. നമ്മളങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കാറിന് 20 ദിർഹംസ് കൊടുത്ത് നമുക്ക് താഴെ പാർക്ക് ചെയ്യാം. ഫോണിലൊക്കെ മെസ്സേജ് വന്നു, വെൽക്കം ടു ഒമാൻ. ഒമാൻ എത്തിക്കഴിഞ്ഞപ്പോ നമ്മൾ ഡ്രൈവറിൽ ചെറിയൊരു മാറ്റം വരുത്തി. പഴയ ഡ്രൈവറിന് സ്പീഡ് കുറവ്. സമയം 2 മണി കഴിഞ്ഞു. നല്ല വിശപ്പും തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഒരു രക്ഷയില്ല കേട്ടോ. 1-2 മഴ കൂടി കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ ഒന്നും പറയണ്ട. പിന്നെ അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. എവിടെയെങ്കിലും നല്ല സ്പോട്ട് കണ്ടുപിടിക്കണം. നാളെ മൺഡേ എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് കുറെ സമയമൊന്നും സ്പെൻഡ് ചെയ്യുന്നില്ല. ഈവനിങ് കൊണ്ട് കൂടി തിരിച്ചു പോകണം. നല്ല കാഴ്ചകൾക്കും മലകൾക്കും ഒരുപാട് തോട്ടങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്തിട്ട് നമ്മൾ അൽ സാദ അൽ വാദി റിവർ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഒമാനാണ് ശരിക്കും. നമുക്ക് വരണമെങ്കിൽ വിസയോ പാസ്പോർട്ടൊന്നും വേണ്ട. പക്ഷെ ഇത് ഒമാൻ തന്നെയാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ UAE നെറ്റ്വർക്കൊക്കെ കട്ടായി. അപ്പൊ നമ്മള് പൊതിയാക്കി കൊണ്ടുവന്ന പൊതിച്ചോറ് ഓപ്പണാക്കി കഴിക്കേണ്ട പരിപാടിയാണ്. ഇപ്പൊ ഏകദേശം 2:30 ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇവിടെയാണ് ശരിക്കും സെറ്റ് ആയിട്ടുള്ളത്. വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്.
ഇവിടെ ടെന്റ് അടിച്ചിട്ടുണ്ട്. ഒരു ആദം ഫിൽസ് അതിനകത്തുണ്ട്. നമ്മളിവിടെയാണ് ടെന്റ് അടിച്ചിട്ടുള്ളത്. ശരിക്കും ആ മൗണ്ടൈന്റെ താഴ്ഭാഗത്തായിട്ടാണ് ചെറിയൊരു വാദി ഉള്ളത്, വെള്ളച്ചാട്ടമൊക്കെ ആയിട്ടുള്ളത്. വെള്ളച്ചാട്ടമല്ല, ചെറിയ റിവർ. അങ്ങനെ ഷാറുഖ് ഖാണ് നമ്മളെ പൊതിച്ചോറ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇല കീറിപ്പോയി. ഇതെന്തിയെ സമാധിയായത്? മീൻ സമാധി അടഞ്ഞത്. ഡെവലപ്പ് ഇല കളിക്കുന്ന ഷെമീലാവും ഫിൽസാവും ഇതിനകത്തിരുന്ന്. ഇത് വേണോ? ആക്ച്വലി ഞങ്ങൾ ടെൻ്റ് അവിടെ നിന്ന് മാറ്റി. അവിടെ ഭയങ്കര പൊടിക്കാറ്റാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി ജസ്റ്റ് ഇവിടെ ചെറിയൊരു വെള്ളക്കെട്ടുണ്ട്, ഒരു പൂൾ, അങ്ങോട്ട് മാറ്റി. ആദ്യമേ ഇവിടെ കളിക്കണം എന്ന് പറഞ്ഞിട്ട് സ്റ്റേ ഇവിടെ ഞാനിപ്പോൾ ടെൻ്റ് അടിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഏരിയയിലാണ്. അവിടെ ആദമും ഷാറുഖും കൂടി വെള്ളത്തിലുണ്ട്. ഫിൽസ, ബി കെയർഫുൾ. ഓക്കെ, വെൽക്കം. Oh, nice big place. Come on. I'm coming. You didn't teach me how to swim, so I'll just sit there. Hello. ആക്ച്വലി ഈ വെള്ളം ചെറുതായിട്ട് ഇവിടുന്ന് ഒഴുകി പോകുന്നുണ്ട്. ഒഴുകി ലാസ്റ്റ് വലിയൊരു ഡാമിൽ വീഴുന്നുണ്ട്. അവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ച് ആഴമുള്ളതാണ്. നമുക്ക് ഈ പാറയുടെ മുകളിൽ എടുത്ത് ചാടാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ കുറച്ച് കഴിയുമ്പം അങ്ങോട്ട് പോവാം. ആദം, ഇരിക്ക്. ആദം, നമ്മള് ടെന്റ് കെട്ടിയ ഭാഗത്തുനിന്ന് നേരത്തെ പറഞ്ഞില്ല, അപ്പുറം വലിയൊരു പൂളുണ്ടെന്ന്, അങ്ങോട്ട് പോവാണ്. നടന്നു പോകുന്ന വഴി കുറച്ച് ദുർഘടമാണ്. യെസ് ഹബീബി. ഇതിലെ ഓ, ഞാൻ വലിയൊരു പാറയുടെ മുകളിലുള്ളതാണ്. വാവ് ഗായ്സ്, നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മളെ നാട്ടില് ഈ പുഴയിലൊക്കെ നിന്ന് താഴോട്ട് ചാടൂലേ, അതുപോലത്തെ സ്ഥലമാണ്. നല്ല പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ അധികമായിട്ടൊന്നുമില്ല. ഷാറുഖ് ജമ്പ് ചെയ്യാണ്ട് പോവാണ്. പോണോ ഷാറുഖ്, പ്ലീസ് പോ. പോണോ? ഇല്ല, സുഖമില്ലാത്തില്ല. പോ ഷാറുഖ്, പോ. ജമ്പ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ഗൈസ്, തെറ്റിദ്ധരിക്കേണ്ട. ബായ്. ചെറിയൊരു കടവ് കടന്ന് പോവാണ്. എന്റെ ഫോൺ നനയുണ്ടോ? എടാ ഒന്ന് പിടിക്കടാ, എന്റെ കൈ പിടിക്കണം.
ഞാൻ ക്യാമറ താഴപ്പാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ. പോണതാ എന്ത് ചെയ്യുന്നു വിൽസ? എന്ത് ചെയ്യുന്നേ? സിറ്റിംഗ് ഇൻ ദ വാട്ടർ. ആ ഭാഗത്തേക്ക് നല്ല ആഴമുണ്ട്. ഒരുപാട് നിന്ന് കഴിഞ്ഞാൽ അതുപോലെ കഴുത്തോളം വരെ ആഴമുണ്ട് ആ ഭാഗത്തോട്ട്. ഒരു ഫിൽസ ഇങ്ങനെ ഫിൽസ ലെറ്റ്സ് ഗോ. ഞാന് ഷാറുഖിനോട് കുറെ പറഞ്ഞു ചാടാൻ. ഷാറുഖിന് പനി ജലദോഷം. ഒന്ന് ചാടാ സ്ലോ മോഷൻ എടുക്കാൻ പോവാം. Because I like the water. നീ എന്തിങ്ങനെ ഈ ഫിഷ് കിടക്കുന്ന കിടക്കുന്നത്? Fish don't stay in the water. I like in the water. ഓ ഫിൽസാന്റെ കുറെ സമയത്ത് സ്വിം കഴിഞ്ഞ് അങ്ങനെ തിരിച്ചു പോവാണ്. ഫിൽസ ഫിൽസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫിൽസ ആനിമൽസ് എല്ലാം വരുന്ന പോലെയാണ് വരുന്നത്. It's fun. അതുകൂടാണ്ട് വേറെ കുറെ ചെറിയ ചെറിയ പോണ്ടുകളുണ്ട്. ചെറിയ കുട്ടികൾക്ക് ഇപ്പൊ ആദ്യമിനെ പോലത്തെ കുട്ടികൾക്കെല്ലാം കളിക്കാൻ വേണ്ടി ചെറിയ ചെറിയ നല്ല രസമുണ്ട് ഇവിടെ. നല്ല ക്ലിയർ വാട്ടർ. എന്താ എന്താ വെള്ളം. ഇവിടുത്തെ ടൂറിസത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നവർക്കുള്ള ടെന്റൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ട്. ഓ വാവ്. നമുക്കിവിടെ താമസിക്കുകയാണെങ്കിൽ ഇതിന്റെ നല്ലൊരു വ്യൂ ഉണ്ടാവും. ഇവിടെ ഒരു ടോയ്ലറ്റ് ആണ്. പണി നടന്ന് കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇവിടെ നല്ലൊരു ബാൽക്കണി വരുന്നുണ്ട്. അപ്പർ ബർത്ത് കയറി നോക്കാം എന്താണ്. മഴ വരുമ്പോ ഈ ഏരിയ മൊത്തം നല്ല വെള്ളമാവും. നല്ല വാദിയായിട്ട് അടിപൊളി വെള്ളത്തിന്റെ വ്യൂലിങ്ങനെ ഇവിടെ റൂമിൽ കിടക്കാം. അങ്ങനെ തന്നെ കുറെ കൊട്ടേജുകളുണ്ട് ഇവിടെ. നമുക്ക് നമ്മളൊക്കെ കാണാൻ പറ്റും. അവിടെ ഒരു മെറൂൺ കളർ, ഗ്രീൻ, ഇവിടെയും സെയിം ഒന്നുണ്ട്. അൽസാദ റിവർ വാദിയിൽ നിന്നും തിരിച്ചു പോകുകയാണ്. ഒമാനിലെ എന്നാൽ ഫുജൈറയിൽ നിന്നും 28 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ ഹിഡൻ ജം സന്ദർശിച്ചില്ലെങ്കിൽ UAE-യിലുള്ളവർക്ക് ഒരു നഷ്ടമായിരിക്കും. വിശാലമായ പാർക്കിംഗ് സൗകര്യവും ടോയ്ലറ്റ്, ഷവർ ഏരിയ, ഗ്രോസറി തുടങ്ങി അത്യാവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. ഫാമിലി മൊത്ത് വരികയാണെങ്കിൽ വളരെ സേഫ് ആണ്. തോട്ടിൽ നിന്നും കുളിച്ച് കരയിൽ നിന്നും ഭക്ഷണവും കഴിച്ച് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിനം നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ്. ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.